യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. ഇപ്പോഴെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരുന്നതിനെ കുറിച്ചാണ് നാം അവിടെ വായിച്ചത്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവീൻ എന്നാണ് നാം അവിടെ വായിച്ചത്. അപ്പോൾ ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം, ഗിവ് മീ യുവർ ഹാർട്ട്, അതാണ് നാം ഇന്നലെ ചിന്തിച്ചത്. നിങ്ങളുടെ ഹൃദയം എനിക്കിതാ. ദൈവം ഒരു എക്സ്ചേഞ്ചിന് തയ്യാറാണ് എന്നാണ് നാം ഇന്നലെ കേട്ടത്. ഒന്ന് ശമൂവേൽ 10-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 10-11 അധ്യായങ്ങൾ എല്ലാവരും അത് വായിച്ചു എന്ന്, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചില ഒരു എക്സ്ചേഞ്ച്ഡ് ഹാർട്ടിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. വ്യത്യസ്തപ്പെട്ട അല്ലെങ്കിൽ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട ഒരു ഹൃദയത്തിന്റെ ഉടമയെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. 1 സാമുവേൽ chapter 10 verse 9 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ശൗൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി പ്രാവശ്യം നമ്മൾ ഈ വാക്യം വായിച്ചിട്ടുമുണ്ട്. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ്. ഉത്തരം അവരവർ തന്നെ കണ്ടെത്തിയാൽ മതി. കഴുതകളെ കാണാതെ പോയ ശൗൽ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് ഇനി കഴുത കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് തിരിച്ചെങ്ങനെയും വീട്ടിലെത്തിയാൽ മതി എന്ന് ചിന്തിച്ച ശൗൽ. അതിനിടയിൽ 9-ാം അധ്യായത്തിൽ ശൗലിന്റെ ഭൃത്യൻ പറയുകയാണ്, ഈ പട്ടണത്തിലൊരു മാന്യനുണ്ട്. ആ മാന്യൻ പറയുന്നതല്ല, ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാണ്. 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാണ്, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാൻ, നാം പോകാനുള്ള വഴി അവൻ പക്ഷെ പറഞ്ഞു തരുമെന്ന് അവനോട് പറഞ്ഞു. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് ശൗലിന്റെ ഭൃത്യൻ കൊടുത്തൊരു ഇൻട്രൊഡക്ഷൻ അത്. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാണ്. ശമൂവേലിനെ കുറിച്ച് ആയിരുന്നു പഠിക്കുന്നതെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശമൂവേലിനെ കുറിച്ച് അവിടെ നമുക്ക് പഠിക്കാൻ കഴിയാം. ആ ചെറിയ പ്രായം മുതൽ മരിക്കുമ്പോൾ, പുള്ളി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചലഞ്ച് ചെയ്താണ് ആൾക്കാരോട് ചോദിക്കുന്നത്, ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ ഇന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ടോ, അന്യായമായി ഞാൻ പിടിച്ചു പറിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പൊ പറ എന്നൊക്കെ പറഞ്ഞ് എന്ത് ധൈര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു എന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വാസം കാത്തു, എന്നെ ഏൽപ്പിച്ചതിനകത്ത് ഞാൻ 100% വിശ്വസ്തനായിരുന്നു എന്നൊക്കെ പറയാൻ കഴിഞ്ഞ ഒരു പ്രവാചകനാണ് ശമൂവേൽ പ്രവാചകൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഭൃത്യന്റെ കമന്റാണ് നാം വായിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. ദൈവപുരുഷൻ എന്ന് അവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, and in this city there's a man of God. ദൈവത്തിന്റെ ഒരു മനുഷ്യൻ ഈ പട്ടണത്തിലുണ്ട്. അവൻ എങ്ങനെയുള്ള മനുഷ്യനാണ്? അവൻ മാന്യനായ മനുഷ്യനാണ്. ദൈവമക്കളെ, നമ്മളെയൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, are they going to see us as a woman of God, a man of God? നമ്മളെ കുറിച്ച് ഒരു ദൈവ പുരുഷൻ, ദൈവത്തെ ചുമക്കുന്ന ഒരു സ്ത്രീ എന്ന
ഒരാൾ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുമോ? ഒരുപക്ഷെ നമ്മുടെ പ്രൊഫഷൻ വെച്ച് പറയുമായിരിക്കും, ഞങ്ങൾക്ക് ലിൻഡ എന്ന് പറയുന്ന മാത്സ് നല്ലതുപോലെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിനെ അറിയാം. അതിന് പകരം ആ ദേശത്ത്, ആ സ്ഥലത്ത് ഇവിടെ ദൈവഭക്തയായ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുമോ? പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് വിഷമിക്കണ്ട, ഓരോരുത്തരെയും കുറിച്ച് ചോദിക്കാം. ദേശം പറയണ്ട, നമ്മുടെ വീട്ടുകാരെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമോ? അതെല്ലാം അങ്ങ് പോട്ടെ, നമ്മുടെ മക്കളെങ്കിലും നമ്മളെക്കുറിച്ച്, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ ഒരു ഭക്തനായിരുന്നു, ഒരു ഭക്തയായിരുന്നു, അങ്ങനെ ഒരു സാക്ഷ്യം നമ്മളെക്കുറിച്ച് പറയുമോ? ഉപവാസ പ്രാർത്ഥനയാണല്ലോ, ശോധന ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. ഒത്തിരി മെൻ ആൻഡ് വിമൻ ഓഫ് ഗോഡ് ആ ടൈറ്റിലിൽ അവരെ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒത്തിരി പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു കാലഘട്ടത്തിലാ, ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്വയം അപ്പോസ്തലന്മാരെന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അവർക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് അനുസരിച്ചായിരിക്കും അവരത് ചെയ്യുന്നത്, ആയിക്കോട്ടെ. ഒരു വുമൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഒരു മാൻ ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്താനും ചുറ്റുപാടുമുള്ളവർ പരിചയപ്പെടുത്താനും ഒക്കെ ഒത്തിരി പേരുടെ ലിസ്റ്റുകൾ ഈ തലമുറയിലുണ്ട്. പണ്ട് വിരളമായിരുന്നു അത്, ഇന്ന് ഒത്തിരി പേരുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ അത് പറഞ്ഞതിന് ശേഷം തൊട്ടു പുറകെ ഒരു ദൈവഭക്തയായ സ്ത്രീ ഈ വീട്ടിൽ താമസിക്കുന്നു, അവൾ മാന്യയാണ്. ഒരു ദൈവപുരുഷൻ ഈ ദേശത്തുണ്ട്, അവൻ മാന്യനാണ്. നമ്മളെക്കുറിച്ച് അത് പറയുമോ? നമ്മൾ ആരെക്കുറിച്ചാണ് മാന്യൻ എന്ന് പറയുന്നത്? നാം അവരുടെ ഡീലിങ്സിൽ, അവരുടെ സംസാരത്തിൽ, അവരുമായിട്ടുള്ള ബന്ധത്തിൽ, അവരുമായിട്ടുള്ള കൊടുക്ക വാങ്ങലുകളിലൊക്കെ ഒരു 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 സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ മാന്യരെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യം എന്തോ ഭയങ്കര കടിച്ചാ പൊട്ടാത്ത സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയിട്ടാണോ? അതോ കർത്താവേ എന്നെക്കുറിച്ച് ആരേലും ഇത് പറയുമോ എന്നുള്ള വിഷമം കൊണ്ടാണോ ആ മുഖം അങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഈ ചോദ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചതാ, ഞാൻ ഉത്തരം പറഞ്ഞാൽ മതി. എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് എന്തു പറയും? ദൈവഭക്തയായ മാന്യയായ ഒരു സ്ത്രീ എന്ന് ഒരാളേലും പറഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തിയതിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചേനെ. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാൻ കഴിയണം. ഇനി ഇദ്ദേഹം ദൈവഭക്തനായിരുന്നു, ദൈവപുരുഷനായിരുന്നു എന്ന് ഭൃത്യൻ പറഞ്ഞത് മാത്രമല്ല, നമ്മൾ വായിച്ച ഈ വാക്യം വായിക്കുമ്പോൾ ശരിക്കും ഈ മനുഷ്യനൊരു ദൈവപുരുഷനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയും ഞാൻ പറയട്ടെ, ആരും പറഞ്ഞില്ലെങ്കിലും നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന സോ കോൾഡ് വുമൻ ഓഫ് ഗോഡ് ആണോ, മാൻ ഓഫ് ഗോഡ് ആണോ, മാന്യനാണോ എന്നുള്ളത് നമുക്ക് തന്നെ ശോധന ചെയ്യാൻ പറ്റുന്ന ഒരു വാക്യമാ ഞാൻ അവിടെ വായിച്ചു കേൾപ്പിച്ചത്. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ശൗൽ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. നമ്മൾ വാസ്തവമായിട്ടും ദൈവഭക്തിയുള്ള, ദൈവത്തിന്റെ നാമം ചുമക്കുന്ന, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ മാന്യത പുലർത്തുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ people, those who come in contact with us,
when they go away from us, they will go with another heart. നാമുമായി ഒരു ഫോൺ കോൺവെർസേഷനിൽ ഏർപ്പെടുന്നവർ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകുന്നവർ, നാമുമായി കുറച്ച് കാലങ്ങൾ ചില ബന്ധം പുലർത്തുന്നവർ, അവർ നമ്മെ വിട്ടു പിരിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈൻ നേച്ചറുള്ള ഒരു ഹൃദയവുമായിട്ട് അവർ പോകും. നമ്മുടെ ജീവിതത്തിൽ എത്ര പേരെ നാം കണ്ടുമുട്ടി കഴിഞ്ഞു, എത്ര പേരുമായിട്ട് നാം അടുത്ത ബന്ധം പുലർത്തി കഴിഞ്ഞു. എല്ലാവരെയും വിട്ടേക്കാം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവരിൽ ഒരുമാതിരി എല്ലാവരും തന്നെ വിവാഹിതരാണ്. നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടാളികൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിനകത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. നാം തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? നമ്മിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടി? ഞാൻ ശാന്തമായിട്ടിരുന്നത് പറയുന്നത് കൊണ്ട് ഇന്നത്തെ മെസ്സേജിന് ഒരു ത്രില്ല് പോരാ എന്ന് ചിന്തിക്കണ്ട. നമ്മെ വിട്ടുപിരിയുമ്പോൾ ദൈവം അവരുടെ ഉള്ളിൽ മറ്റൊരു ഹൃദയം വെച്ച് പിടിപ്പിച്ച് വിടുമോ? വ്യത്യസ്തമായ ചില ജീവിത ശൈലികൾ അവരിൽ ഉണ്ടാവുമോ? ഈ ദൂത് കേൾക്കുന്ന എത്ര പേർക്ക് സാക്ഷ്യം പറയാനായിട്ട് കഴിയും? ഞാൻ നിമിത്തം എൻ്റെ പ്രിയപ്പെട്ടവൻ ദൈവകൃപയിലേക്ക് വന്നു. ഞാൻ നിമിത്തം എൻ്റെ കുടുംബത്തിലുള്ളവർ ദൈവത്തെ അറിഞ്ഞു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ വ്യത്യാസം വന്നു. എനിക്ക് പ്രസംഗിക്കാനോ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനോ ചൊവ്വയൊന്ന് പ്രാർത്ഥിക്കാൻ പോലുമോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ വാഹനത്തിൽ ഞാൻ സഭാരാധനയ്ക്ക് കൊണ്ടുപോയവർ പലരും എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരുന്ന ചില ആ ഡിവൈൻ നേച്ചറിലേക്കൊന്ന് ചേഞ്ച്ഡ് ആകാനുള്ള ഒരു ആഗ്രഹമെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നു. എന്നോട് സംസാരിച്ചവർക്ക് കർത്താവേ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മെ ദൈവം ഒത്തിരി വലിയ വില കൊടുത്ത വാങ്ങിയത്. അത്രയും വലിയ വില കൊടുത്ത 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ നമ്മെ ക്രിസ്തുവിലാക്കി പഴയതെല്ലാം കളഞ്ഞ് പുതുതാക്കി വെച്ചത് എന്തിനാണെന്നറിയാമോ? നമുക്കിത്രയും ചേഞ്ച് ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? ടു ചേഞ്ച് അതേഴ്സ്. We are here to make a difference. We are here to make some changes. നമ്മെ ദൈവം വ്യത്യസ്തരാക്കിയത് ഒരു ചിലരെ വ്യത്യസ്തരാക്കാൻ വേണ്ടിയാ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ചിലരുടെ ജീവിതങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്കവണ്ണം എനിക്കൊരു മാറ്റം തരണം.
കഴുതയുടെ ചിന്തയും വീട്ടിലെ ചിന്തയും ഒരു ധനാഢ്യന്റെ മകൻ എന്നുള്ള രീതിയിൽ ജീവിച്ചു വന്ന ആ കാര്യങ്ങളും അതെല്ലാം വിട്ടിട്ട് ഈ ശൗലിന് വന്ന ഒരു മാറ്റം ആ 10-ാം അധ്യായത്തിൽ 10ഉം 11ഉം അധ്യായങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 10 വിധത്തിലുള്ള ഹൃദയങ്ങളാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. അടുത്ത ദിവസങ്ങളിൽ ഞാനത് നിങ്ങളുമായിട്ട് ഓരോന്നോരോന്നായിട്ട് പങ്കുവയ്ക്കും. പക്ഷേ ഇന്ന് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ ഇന്നത്തെ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മളോട് തന്നെ ഇന്ന് ചോദിക്കാൻ കഴിയുമോ, കർത്താവേ, എന്നെ മറ്റൊരാൾ എന്ത് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും? Will they introduce me as a woman of God, a man of God? അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം മാന്യനായ ഒരു ഭക്തൻ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, അവർ പറയുന്നതൊക്കെ ഒത്തുവരുന്നു. അതൊരു പ്രവാചകനായതുകൊണ്ടാ പറഞ്ഞതൊക്കെ ഒത്തുവന്നത്. പോട്ടെ, നമ്മളെക്കുറിച്ച് പറഞ്ഞതാണ്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വാക്ക് മാറുന്നവരല്ലെന്നെങ്കിലും, അല്ലെങ്കിൽ അവർ പറയുന്നത് അതുപോലെ ജീവിക്കുന്നവരാണെന്നെങ്കിലും നമ്മെക്കുറിച്ച് പറയുമോ? അവർ പറയുന്നതെല്ലാം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരാണെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ ഈ അർത്ഥം ഒത്തിരി വേദനയോടെയാ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചത്. വാസ്തവത്തിൽ വചനം എന്ന് പറയുന്ന ഈ കണ്ണാടി തമ്പുരാൻ എൻ്റെ മുമ്പിൽ പിടിച്ചപ്പോൾ, കർത്താവേ, എൻ്റെ രൂപം ഇതിനോട് എത്ര വിദൂരതയിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. നമുക്ക് ഇൻഫ്ലുവൻഷ്യൽ ആകാൻ കഴിയും. കാരണം ഈ ഭൂമിയിലെ സകലതിനെയും, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ക്രിയേറ്ററാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഒരു വാക്കുകൊണ്ട് സകലതിനെയും ഉളവാക്കിയവനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്കതിനുള്ള കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. നമുക്കതിനുള്ള അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ചേഞ്ച് മൈ ഹാർട്ട് ഓ ലോർഡ്, മേക്ക് ഇറ്റ് എവർ ട്രൂ. Thou art the potter, I am the clay. Mold me and make me after thy will. അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ രൂപാന്തരപ്പെടുത്തണം. എൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് എന്നെ വിട്ടുപിരിയുമ്പോൾ ദൈവത്തിൽ നിന്നൊരു പുതിയ ഹൃദയം, ആ ഹൃദയം കൊടുക്കാൻ എനിക്ക് കഴിവില്ല കേട്ടോ, പക്ഷെ ദൈവത്തിൽ നിന്നൊരു പുതിയ ഹൃദയം അവർക്ക് ലഭിക്കത്തക്കവണ്ണം അങ്ങനെ ഒരു കോണ്ടാക്ട് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.